ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ട്രാഫിക്കുകളൊക്കെ പെട്ട് കുറേ ബുദ്ധിമുട്ടി. പിന്നെ രാത്രി 1 മണി 2 മണിയൊക്കെ ആയി ഇവിടെത്തുമ്പോൾ. പിന്നെ നമ്മൾ വൈഫിനെ കണ്ടിട്ടില്ല, കുട്ടീനെ പിന്നെ അവർക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വൈഫിൻ്റെ താത്താൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെ എടുത്തിട്ട് വന്നു. പിന്നെ രാവിലെ നമ്മൾ കുളിപ്പിച്ചു അല്ലേ, കുളിപ്പിച്ചു, ഡ്രസ്സ് മാറ്റി തന്നു, കണ്ണെഴുതി തന്നു. സൂപ്പറായാ പപ്പു? ഇതാണ് മൂത്ത മോന്, രണ്ടാമത്തെ മോള്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? ഉണ്ണിനെ കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ണിനെ കാണാൻ പോകണം. അപ്പോൾ 2 മണിക്ക് അവിടെ എത്തിയാലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും കൂടി ബൈക്കിൽ പോവുകയാണ്. ഫാമിലി ബാക്കിൽ ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. പക്ഷേ ഒമാനിൽ ചൂടിൻ്റെ അത്ര ചൂടില്ലെങ്കിലും ഭയങ്കര ഉഷ്ണമായിരുന്നു. അപ്പോൾ ഒരു മോരും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു വഴിയോരത്ത് വെച്ചിട്ട്. പിന്നെ ജ്യേഷ്ഠൻ ബത്തയ്ക്ക് വെള്ളവും കുടിച്ചു. നേരെ ഹോസ്പിറ്റലിലേക്ക്. പിടയുന്ന കാഴ്ചകൾ, മനസ്സ് നീറും ഓർമ്മകൾ, സഹന പർവം താണ്ടി മുത്തിനെ തോളിലേന്തി സ്വിദ്ദീഖവ, ഇരുളിൽ ഭീകരവാറില് വിഷം തീണ്ടിയ നോവില്, ലോക നേതാവിന്റെ മടിയിൽ നൽകിയ സ്വാദിഖ്, ഉരുകി